Good morning all. Last class നമ്മൾ സൈക്ലോട്രോൺ മോഷനും അതുപോലെ ഹെലിക്കൽ മോഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സൈക്ലോയിഡൽ മോഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു പാർട്ടിക്കിൾ എൻ്റർ ചെയ്താലുള്ള കേസ് ആവുന്നത് സൈക്ലോട്രോൺ പെർപെൻഡിക്കുലർ ആയിട്ട്, പിന്നെ ഒരു സ്ലോപ്പിൽ പ്രവേശിച്ചാലുള്ളത് കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഏത് രീതിയിലാണ് ആ ചാർജർ പാർട്ടിക്കിൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്, എങ്ങനെ ദ മോഷൻ ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ് മൂവിങ് ഇൻ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ റീജിയനിലേക്ക് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പിന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന്റെ മോഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ അത് കാണിക്കുന്നുണ്ട്. അതായത് എക്സ് വൈ സെഡ് ആക്സിസ് ഞാൻ വരക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അലോങ് ദി എക്സ് ആക്സിസ്. ഇതാണ് എക്സ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, വെക്ടർ ബി ഈക്വൽ ടു ബി ഐ ക്യാപ് എന്ന് പറയാം. പറഞ്ഞൂടെ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദി എക്സ് ഡയറക്ഷൻ. അതുപോലെ സെഡ് ഡയറക്ഷനിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് വെക്ടർ ഇ ഈക്വൽ ടു ഇ ജെ ക്യാപ് എന്ന് തരാം അല്ലെ. ഇത് ഐ, ഇത് ജെ, ഇത് കെ. ഓക്കെ, ജെ ക്യാപ് അല്ല കെ ക്യാപ്. ഓക്കെ, സോറി, കെ ക്യാപ്. ഇത് ഐ ജെ കെ. ഓക്കെ, അപ്പം സെഡ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും എക്സ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇനീഷ്യലി ഒരു ചാർജ് പാർട്ടിക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് പാർട്ടിക്കിൾ ഇവിടെ റെസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇനീഷ്യലി ഇതിന്റെ വെലോസിറ്റി 0 ആണ്. അപ്പം വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പറയാം. ഇവിടെ ഒരു ചാർജ് റെസ്റ്റിലാണ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് എൻട്രി ഒന്നുമില്ല, അവിടെ നിന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ആ ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇവിടെ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ്, ആ പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇറ്റ് വിൽ മൂവ് അലോങ് ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ലേ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്കാണെന്ന് കരുതുക. അപ്പൊ ആ ഡയറക്ഷനിൽ പോസിറ്റീവ് ചാർജും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെഗറ്റീവ് ചാർജും മൂവ് ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഒരു ചാർജ് റെസ്റ്റിലുണ്ട്, മുകളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഈ ചാർജ് എന്ത് ചെയ്യും, അതിന്റെ കൂടെ പോകും, ഇലക്ട്രിക് ഫീൽഡിന് അലോങ് ആയിട്ട് പോകും. അപ്പൊ ചാർജ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകാൻ തുടങ്ങും അല്ലെ. മുകളിലേക്ക് പോകാൻ തുടങ്ങും ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ടേക്സ് ഇറ്റ് ടുവാർഡ്സ് ഇറ്റ്സ് ഡയറക്ഷൻ അല്ലെ. അങ്ങനെ പോകുമ്പോ ശരിക്കും എന്താ സംഭവിക്കണേ, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനില്ല അല്ലെ. ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് മൂവ് ചെയ്യാന്നർത്ഥം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസ് സൈക്ലോട്രോൺ മോഷൻ അല്ലെ. ഈ രീതിയിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി ചാർജ് ഇവിടെ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്ട് കാരണം ഇത് മുകളിലേക്ക് പോവാണ്. ആ മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇറ്റ് വിൽ ഡിഫൈൻ എ സർക്കുലർ പാത്ത് അല്ലെ. ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്, അതിലൊരു ചാർജ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സർക്കുലർ പാത്ത് ഡിഫൈൻ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് പോർഷനിൽ അല്ലെ. ആ എങ്ങനെയാ ഉണ്ടാവുക, എബൌട്ട് ദി മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ കറങ്ങാനാണ് നോക്കുക അല്ലെ. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചാർജ് ഇങ്ങനെ പോകുന്നതോട് കൂടി ഇങ്ങനെ കറങ്ങും അല്ലെ. അപ്പൊ എബൌട്ട് ആയിട്ടാണ് കറങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ പോകുന്നതോടുകൂടി അത് സർക്കുലർ മോഷൻ ഡിഫൈൻ ചെയ്യും അല്ലെ. സർക്കുലർ മോഷൻ ഡിഫൈൻ ചെയ്ത് അത് ഈ ഒരു രീതിയിലേക്ക് മാക്സിമത്തിലേക്ക് വരും അല്ലെ. എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സസ് ഇറ്റ് ടു പെർഫോം എ സർക്കുലർ പാത്ത് അല്ലെ, ടു കണ്ടിന്യൂ ഇൻ എ സർക്കുലർ പാത്ത്. ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാഗ്നറ്റിക് ഫീൽഡിനെ ഫോഴ്സ് ചെയ്യും. അങ്ങനെ ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അല്ല ഇത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്ത് ഇത് വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോ, ഈ ഭാഗത്തേക്ക് വരുമ്പോ ശരിക്കും എന്താ ചെയ്യണത്, ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്, പിന്നെ ചാർജ് വരുന്നത് ഇങ്ങോട്ടേക്കാണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്, സർക്കുലർ പാത്ത് ഡിഫൈൻ ചെയ്യാൻ പോവാ. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ചാർജ് ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്, ചാർജ് വരുന്നത് താഴേക്കാണ് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജിന് അധികം ഒന്നും നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇറ്റ് വിൽ ഡീസിലറേറ്റ് അല്ലെ. ഇങ്ങോട്ട് പോകുമ്പോൾ ആക്സിലറേറ്റഡ് ആണ് അല്ലെ. ഫ്രം ദ ഒറിജിൻ ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്, മുകളിലേക്ക് പോകും.
അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ബിക്കോസ് ഓഫ് ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ ബി ഫോഴ്സ്ഡ് ടു മൂവ് ഇൻ എ സർക്കുലർ ഡയറക്ഷൻ അല്ലെ. ആ സർക്കുലർ പാത്തിലേക്ക് പോയി സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേനും ഇവിടെ കഴിഞ്ഞപ്പോഴത്തേന് ദിസ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്, സോ ഇറ്റ് വിൽ ബി ഡീസിലറേറ്റഡ്. അങ്ങനെ ഡീസിലറേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും എന്തായിട്ടുണ്ടാവും, ഇതിന്റെ വെലോസിറ്റി വീണ്ടും 0 ആയിട്ടുണ്ടാവും. ഇപ്പൊ ചാർജ് പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഓക്കെ, വീണ്ടും ഇനീഷ്യൽ കണ്ടീഷൻ ആയി, ചാർജ് അറ്റ് റെസ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക് ഉണ്ട്, ഇറ്റ് വിൽ ബി ആക്സിലറേറ്റഡ് അല്ലെ. അപ്പൊ പാർട്ടിക്കിൾ മുകളിലേക്ക് പോകാൻ നിൽക്കും, പോകുമ്പോൾ വീണ്ടും ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫോഴ്സ് ദ പാർട്ടിക്കിൾ ടു ട്രേസ് എ സർക്കുലർ പാത്ത്. അപ്പൊ വീണ്ടും എന്താവും, ഇതിങ്ങനെയാവും. അങ്ങനെ ഈ ഒരു മോഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതിനാണ് നമ്മൾ സൈക്ലോയിഡൽ മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, അതാണ് സൈക്ലോയിഡൽ മോഷൻ. ഓക്കെ, അപ്പം ഞാനത് കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്, ഇത് കുറച്ച് ലെങ്തി ആണ് കേട്ടോ, ഇത് പെട്ടെന്നൊന്നും തീരാൻ പോകില്ല. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ എക്സാമിന് അങ്ങനെ വല്ലാതെ ചോദിച്ചുകൊണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് പിന്നെ സിലബസിലുണ്ട്, അപ്പം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ രീതിയിലുള്ള ഒരു മോഷനെയാണ് നമ്മൾ സൈക്ലോയിഡൽ മോഷൻ എന്ന് പറയാം. ഇനി നമുക്ക് അതിന്റെ മാത്തമാറ്റിക്കൽ പ്രൂഫിലേക്ക് പോകാം. ഓക്കെ, മാത്തമാറ്റിക്കൽ പ്രൂഫാണ്. അപ്പം അതിന്റെ ടൈറ്റിലേറ്റ് ചെയ്ത മാത്തമാറ്റിക്കൽ പ്രൂഫ് സൈക്ലോയിഡൽ മോഷന്റെ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് ഞാൻ ആദ്യം പറയാം. നമ്മളൊക്കെ അതിന്റെ പൊസിഷനും വെലോസിറ്റിയും കാണണം. ഈ ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും വെലോസിറ്റിയും കാണണം, എന്നിട്ട് ഇതിന്റെ പൊസിഷനിലെ ചേഞ്ച് ഈ പാത്ത് നമുക്ക് ട്രേസ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് നോക്കുക, പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഏതാ പ്ലെയിൻ, എക്സ് വൈ അല്ലെ, സെഡ്. വൈ സെഡ് പ്ലെയിനിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് മുഴുവൻ അല്ലെ. എക്സ് ഡയറക്ഷനിൽ ഇതിന് മോഷൻ ഇല്ല. അതുകൊണ്ട് ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആർ ക്യാൻ ബി ഗിവൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇല്ല, പിന്നെ വൈ ആൻഡ് സെഡ്. കൂടെ the position vector of the particle at any time can be given using the coordinates y and z. y ഉം z ഉം വെച്ചിട്ട് അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് പറയാൻ പറ്റും, കാരണം x ഡിപെൻഡൻസ് ഇല്ല. അതുകൊണ്ട് r equal to r of 0 y z എന്ന് പറയാം അല്ലേ. അതുപോലെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും അതുപോലെ തന്നെയാണ്, v equal to v of 0 y z എന്ന് പറയാം അല്ലേ. വെലോസിറ്റിക്കും എന്തേ ഉള്ളൂ, y z കമ്പോണൻസേ ഉള്ളൂ, x ഡയറക്ഷനിൽ പാർട്ടിക്കിളിന് മോഷൻ ഇല്ല. അതുപോലെ തന്നെ ആക്സിലറേഷൻ അല്ലേ. ഇനി വെലോസിറ്റിക്ക് അപ്പൊ രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഏതൊക്കെ, വൈ കമ്പോണ്ടും സെഡ് കമ്പോണ്ടും. അതുകൊണ്ട് എനിക്ക് ഇതിനെ എങ്ങനെ പറയാം, വി ഈക്വൽ ടു വി വൈ ജെ ക്യാപ് പ്ലസ് വി സെഡ് കെ ക്യാപ് എന്ന് പറയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് തന്നെ ഇതിന്റെ പ്രൂഫ് പിന്നെ ബുക്ക് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം വെലോസിറ്റി വി വൈ എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ അല്ലെ, ഡി വൈ ബൈ ഡി ടി എന്ന് പറയാം. വൈ കമ്പോണ്ട് ഓഫ് വെലോസിറ്റി ആണ് ഡി വൈ ബൈ ഡി ടി അല്ലേ. ഇതിനെ മെക്കാനിക്സിൽ ഒരു നൊട്ടേഷൻ ഉണ്ട്, ഇതിനെ വൈ ഡോട്ട് എന്ന് പറയാം. ഓക്കെ, വൈ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി എന്നാണ് അർത്ഥം, എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി എന്നാണ് അർത്ഥം, സെഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി സെഡ് ബൈ ഡി ടി എന്നാണ് അർത്ഥം. അതൊരു നൊട്ടേഷൻ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിനെയാണ് ഡോട്ട് വരാം. പി ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി പി ബൈ ഡി ടി. ഓക്കെ, അപ്പം വൈ ഡോട്ട് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കും. അതുപോലെ ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി അലോങ് സെഡ് ഡയറക്ഷൻ എന്താണ്, ഡി സെഡ് ബൈ ഡി ടി ആണ്, വിച്ച് ക്യാൻ ബി ഗോൺ ആസ് സെഡ് ഡോട്ട് അല്ലെ. അപ്പൊ ഡോട്ട് ഇട്ടാൽ അതിന്റെ അർത്ഥം ടൈം ഡെറിവേറ്റീവ് എന്നാണ്. ഓക്കെ, അങ്ങനെ കേട്ടു. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് വെലോസിറ്റി വി ഈക്വൽ ടു എന്നെടുക്കാം വൈ ഡോട്ട് ജെ ക്യാപ് പ്ലസ് z ഡോട്ട് k ക്യാപ് അല്ലെ, y ഡോട്ട് j ക്യാപ് പ്ലസ് z ഡോട്ട് k ക്യാപ്. ഇതൊക്കെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ, ഈ ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ്, q ഇൻറ്റു വി ക്രോസ് ബി അല്ലെ. b ഈക്വൽ ടു എന്താണ്, ഫോർമുല എന്താണ്, എഫ് ബി, സോറി, ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പാർട്ടിക്കിൾ എഫ് ബി ഈക്വൽ ടു q ഇൻറ്റു വി ക്രോസ് ബി ആണ് അല്ലെ. ആൻഡ് വി നോ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അലോങ് ദി എക്സ് ഡയറക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ബി ഈക്വൽ ടു ബി ഐ ക്യാപ് എന്ന് എഴുതാം അല്ലെ. വെലോസിറ്റി ഇപ്പൊ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് ആ ക്രോസ് പ്രോഡക്റ്റ് കാണാം. അപ്പൊ ഐ ക്യാൻ റൈറ്റ്
FB equal to force, magnetic force on the charge particle equal to Q into V cross B നമ്മൾ എങ്ങനെ കാണാം? I J K. V ന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? X കമ്പോണന്റ് ഇല്ല, അതുകൊണ്ട് 0. Y കമ്പോണന്റ് Y ഡോട്ട്, Z കമ്പോണന്റ് Z ഡോട്ട്. ഇനി V ക്രോസ് B ആണ്. B എങ്ങനെയാണ്? ഈ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ 0 അല്ലേ? ഇങ്ങനെ ഒരു ക്രോസ് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ? ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എഴുതാം FB ഈക്വൽ ടു Q ഇൻറ്റു Q പുറത്തേക്കിട്ടെ I ക്യാപ് ഇൻറ്റു ഇത് 0 0 അല്ലെ? അപ്പൊ 0 അങ്ങനെ 0 0 മൈനസ് J ക്യാപ് ഇൻറ്റു ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ അറിയാലോ. J ക്യാപ് ഇൻറ്റു ഇത് 0 മൈനസ് BZ ഡോട്ട് എന്നത് അല്ലെ? പിന്നെ K ക്യാപ് ഇൻറ്റു 0 അല്ലെ? പ്ലസ് K ക്യാപ് ഇൻറ്റു 0 മൈനസ് BY ഡോട്ട് എന്നത്. ഈ രീതിയിൽ നമുക്ക് അതിന്റെ എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടും അല്ലെ? അപ്പൊ ഞാൻ ആ എക്സ്പ്രഷൻ ഒന്ന് എടുത്ത് എഴുതാണ്. അപ്പൊ ഐ ഗെറ്റ് FB ഈക്വൽ ടു Q ഇൻറ്റു ഇത് മൈനസ് മൈനസ് പോയി അല്ലെ? BZ ഡോട്ട് J ക്യാപ് മൈനസ് BY ഡോട്ട് K ക്യാപ് അല്ലെ? ആ രീതിയിൽ നമുക്ക് ഇതിന്റെ പിന്നെ മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടും അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഇലക്ട്രിക് ഫോഴ്സ് കാണും. ഓക്കെ, ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q ഇൻറ്റു E ആണ് അല്ലെ? F ഈക്വൽ ടു QE. ഇലക്ട്രിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈക്വൽ ടു F ഇൻറ്റു Q ഇൻറ്റു E ആണ്. F ഈക്വൽ ടു QE അല്ലേ? അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു QE K ക്യാപ് എന്ന് പറയാം. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് അറൗണ്ട് ദി Z ഡയറക്ഷൻ. E K ക്യാപ് എന്ന് പറയാം അല്ലെ? അതുകൊണ്ട് ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ചാർജ്. എന്താ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? കമ്പൈൻ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? എത്ര വരാം? F ഈക്വൽ ടു FE പ്ലസ് FB വരും അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാം? QE K ക്യാപ് പ്ലസ് ഇത് എത്രയായിരുന്നു? Q ഇൻറ്റു BZ ഡോട്ട് J ക്യാപ് മൈനസ് BY ഡോട്ട് K ക്യാപ് എന്ന് വരും അല്ലെ? ഈ രീതിയിൽ വരും. വീണ്ടും ലോറൻസ് ഫോഴ്സ് F ഈക്വൽ ടു ഇതിനകത്ത് നിന്ന് നമുക്ക് കമ്പോണന്റ് വൈസ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ നോക്കാം. Q ഇത് രണ്ടും K കമ്പോണൻസ് ആ. BY K ക്യാപ് ആണ്, ഇത് BZ J ക്യാപ് ആണ്. അപ്പൊ കമ്പോണന്റ് വൈസ് എഴുതിയാൽ എന്താവും? Q BZ ഡോട്ട് J ക്യാപ് അല്ലെ? Q BZ ഡോട്ട് J ക്യാപ് പ്ലസ് QE മൈനസ് QB ഇൻറ്റു Y ഡോട്ട് K ക്യാപ് നോക്കാം അല്ലേ? കൺഫ്യൂഷൻ ആയൊന്നുമില്ലല്ലോ? അല്ലേ? F ഈക്വൽ ടു QBZ ഡോട്ട് J ക്യാപ് പ്ലസ് QE മൈനസ് QBY ഡോട്ട് K ക്യാപ്. ആ ഡോട്ട് ഒന്നും മറക്കരുത് കേട്ടോ, ഡോട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമുക്കറിയാം എന്താണ്? F ഈക്വൽ ടു MA ആണ് അല്ലെ? മാസ് ഇൻറ്റു ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു M ഇൻറ്റു dr/dt ആണ് അല്ലെ? അങ്ങനെയല്ലേ? അല്ലെങ്കിൽ M ഇൻറ്റു dv/dt അല്ലെ? M ഇൻറ്റു dv/dt അല്ലെങ്കിൽ M ഇൻറ്റു d/dt ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? dr/dt ആണ് അല്ലെ? ഇതൊരു ടെഡിയസ് ആയിട്ടുള്ള വൃത്തിയായിട്ട കുറെ ലെങ്തി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്, ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ F ഈക്വൽ ടു ഐ ക്യാൻ ഗെറ്റ് M ഇൻറ്റു dr/dt എന്ന് പറഞ്ഞാൽ r ഡോട്ട് അല്ലെ? dr/dt അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ r ഡോട്ട്. d/dt ഓഫ് r ഡോട്ട് എന്ന് പറഞ്ഞാലും r ഡബിൾ ഡോട്ട് അല്ലെ? r ഡബിൾ ഡോട്ട് എന്ന് വരും. മനസ്സിലായോ? dr/dt എന്ന് പറഞ്ഞാൽ r ഡോട്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്തായി? r ഡോട്ട് ആയി. ഇനി d/dt ഓഫ് r ഡോട്ട് എന്ന് പറഞ്ഞാൽ r ഡബിൾ ഡോട്ട് ആവും അല്ലെ? ആക്സിലറേഷൻ. ഇനി നമുക്കറിയാം ആക്സിലറേഷനും എന്തില്ല? x കമ്പോണന്റ് ഇല്ല, y കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് m ഇൻറ്റു എഴുതാം
y ഡബിൾ ഡോട്ട് ജെ ക്യാപ് പ്ലസ് z ഡബിൾ ഡോട്ട് കെ ക്യാപ് എന്ന് എഴുതാം അല്ലേ. ഇനി അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആർ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഒരു y കമ്പോണ്ടും ഒരു z കമ്പോണ്ടും അല്ലെ. y dy ബൈ ഡി ടി ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ അങ്ങനെയൊക്കെ അല്ലേ ആക്സലറേഷൻ പൊസിഷൻ ഒക്കെ പോവാം അല്ലെ. അപ്പൊ y ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താവും, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ, y കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. z ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ z ബൈ ഡി ടി സ്ക്വയർ അല്ലെ, z കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. ആ രീതിയിൽ വരും അല്ലെ. അപ്പൊ നമുക്ക് ഫോഴ്സിന് ശരിക്കും രണ്ട് എക്സ്പ്രഷൻ ആയി. F equal to QB z dot j cap plus QE minus QB y dot k cap എന്നായി. അതുപോലെ ഇത് ജനറൽ എക്സ്പ്രഷൻ ആയി അല്ലെ. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലെ, ഇത് രണ്ടും ഫോഴ്സ് അല്ലേ. നമുക്ക് അതിന്റെ എക്സ് കമ്പോണ്ടും അതുപോലെ y കമ്പോണ്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലെ. ഏതൊക്കെ, ഇതും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് my ഡബിൾ ഡോട്ട് ഈക്വൽ ടു QB z ഡോട്ട് എന്ന് അല്ലെ. ജെ കമ്പോണ്ട് നോക്കുക, അതിന്റെ ജെ കമ്പോണ്ട് എന്താ, my ഡബിൾ ഡോട്ട്, ഇതിന്റെ QB z ഡോട്ട് അല്ലെ. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്തു. അതുപോലെ മറ്റൊന്ന് ഇത് mz ഡബിൾ ഡോട്ട് ഈക്വൽ ടു എന്ത് കിട്ടും, QE മൈനസ് QB y ഡോട്ട് എന്ന് കിട്ടും അല്ലെ. QE മൈനസ് QB y ഡോട്ട് എന്ന് കിട്ടും. ആ രീതിയിൽ രണ്ട് എക്സ്പ്രഷൻ കിട്ടി. ഇനി ഇതിന്ന് ഐ ക്യാൻ റൈറ്റ് y ഡബിൾ ഡോട്ട് ഈക്വൽ ടു എന്ത് എഴുതാം, QB ബൈ m z ഡോട്ട് എന്ന് എഴുതാം. അതുപോലെ ഇതിൽ നിന്നും z ഡബിൾ ഡോട്ട് ഈക്വൽ ടു എന്താ, QE ബൈ m മൈനസ് QB ബൈ m y ഡോട്ട് അല്ലെ, ഇങ്ങനെ കിട്ടും അല്ലെ. z ഡബിൾ ഡോട്ട് ഈക്വൽ ടു QE ബൈ m മൈനസ് QB ബൈ m y ഡോട്ട് എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, പിന്നെ ആക്സലറേഷന്റെ y കമ്പോണന്റും z കമ്പോണന്റും കിട്ടി. ക്ലിയർ ആണല്ലോ, തീർന്നിട്ടില്ല. നമ്മൾ വീണ്ടും ബാക്കിയിലേക്ക് പ്രൊസീഡ് ചെയ്യാണ്. പറഞ്ഞല്ലോ ഇത് ഭയങ്കര ലെങ്തി ആൻഡ് tedious, വെറും മാത്തമാറ്റിക്സ് ആണ്. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു റിസൾട്ടിലെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും എക്സാമിന് ചോദിച്ചാൽ ചെയ്യാൻ നിൽക്കരുത്, ചോദിക്കുമെന്ന് അറിയില്ല. ചോദിച്ചാൽ വേഗം അത് ചെയ്ത് പോവാം കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്ക് അതിന് പിന്നെ ചെറിയ പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോവാം. ഓക്കെ, അത് കിട്ടി. ഇനി വീണ്ടും ഈ രണ്ട് എക്സ്പ്രഷൻ കിട്ടി അല്ലെ, y ഡബിൾ ഡോട്ടിനും അതുപോലെ z ഡബിൾ ഡോട്ടിനുള്ള രണ്ട് എക്സ്പ്രഷൻ കിട്ടി. ഇനി y ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, y ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ dvy ബൈ dt അല്ലേ, dvy ബൈ dt അല്ലേ. y ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ d സ്ക്വയർ y ബൈ t സ്ക്വയർ അല്ലേ. അതിനകത്ത് vy എന്ന് പറഞ്ഞാൽ dy ബൈ dt എന്നാവും അല്ലേ. അതായത് അന്നി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കുക. അതുപോലെ z ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ dvz ബൈ dt ആണ് അല്ലേ. അതുപോലെ ഇതിനകത്ത് y ഡോട്ട് എന്ന് പറഞ്ഞാൽ vy ആണ്. അതുപോലെ z ഡോട്ട് എന്ന് പറഞ്ഞാൽ vz ആണ് അല്ലെ. y ഡോട്ട് എന്ന് പറഞ്ഞാൽ dy ബൈ dt ആണ് y കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അതുപോലെ z ഡോട്ട് എന്ന് പറഞ്ഞാൽ dz ബൈ dt അല്ലെ. അങ്ങനെ വരുന്നു. ഇനി നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്. പുട്ട് qb ബൈ m ഈക്വൽ ടു ഒമേഗ. qb ബൈ m ന് വരെ നമ്മൾ ഒമേഗ കൊടുക്കണം. അപ്പൊ ഇവിടെ QE ബൈ m എന്നാണ് സാധനം. അപ്പം ഐ ക്യാൻ റൈറ്റ് QE ബൈ m ഈക്വൽ ടു QB ബൈ m ഇൻറ്റു E ബൈ B എന്ന് എഴുതാം അല്ലെ. ഇതിനെ ഒരു b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. അതിനകത്ത് QB ബൈ m എന്നാണ് ഒമേഗയാണ്. അപ്പൊ ഒമേഗ ഇൻറ്റു E ബൈ B എന്ന് എഴുതാം അല്ലെ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ മൊത്തത്തില് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ y ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താവും, ഇവിടെ y ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, dvy ബൈ dt അല്ലെ. എന്ത് എഴുതാം, dvy ബൈ dt ഈക്വൽ ടു dvy ബൈ dt ഈക്വൽ ടു QB ബൈ എന്ന് പറഞ്ഞാൽ ഒമേഗ z ഡോട്ട് എന്ന് കിട്ടും അല്ലെ. അതുപോലെ z ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ dvz ബൈ dt അത് എന്ത് കിട്ടും, ഇവിടെ QE ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, E ബൈ B ഒമേഗ അല്ലെ. E ബൈ B ഒമേഗ മൈനസ് QB ബൈ എന്ന് പറഞ്ഞാൽ ഒമേഗ y ഡോട്ട് എന്ന് കിട്ടും അല്ലെ.
ആ രീതിയിൽ ഒരു എക്സ്പ്രഷൻ കിട്ടും അല്ലേ. ഇനി വീണ്ടും ഇതിൽ നിന്നും ഈ എക്സ്പ്രഷൻ ഒമേഗ വി വൈ ഇങ്ങോട്ട് എടുക്കാം അല്ലേ. ഒമേഗ ഇത് വൈ ഡോട്ട് എന്ന് പറഞ്ഞാൽ വി വൈ ഇതിൽ കൂടെ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. വൈ ഡോട്ട് എന്ന് പറഞ്ഞാൽ വി വൈ. അപ്പൊ ഒമേഗ വി വൈ ഈക്വൽ ടു എന്ത് എഴുതാം, ഇ ബൈ ബി ഒമേഗ മൈനസ് ഡി വി സെഡ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലെ. ഡി വി സെഡ് ബൈ ഡി ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് വി വൈ ഈക്വൽ ടു ഇ ബൈ ബി, ഇതിന് വി വൈ കാണും, ഒമേഗനായിട്ട് ഡിവൈഡ് ചെയ്യാം, മൈനസ് 1 ബൈ ഒമേഗ ഇൻറ്റു ഡി വി സെഡ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലെ. 1 ബൈ ഒമേഗ ഇൻറ്റു ഡി വി സെഡ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലെ. ഇനി നോക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ, വി വൈക്കുള്ള എക്സ്പ്രഷൻ കിട്ടിയേ. വി വൈക്കുള്ള എക്സ്പ്രഷൻ അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഡി ബൈ ഡി ടി ഓഫ് വി വൈ ഈക്വൽ ടു ഒമേഗ സെഡ് ഡോട്ട് അല്ലേ. കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരു രക്ഷയില്ല, ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് വി വൈ അല്ലെ. ഈ വി വൈന്റെ വാല്യൂ ഇവിടെ ഉണ്ട്, അത് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകില്ല. നോക്കാം. ഇപ്പൊ എന്തരും ഡി ബൈ ഡി ടി ഓഫ് ആ വി വൈക്ക് വരെ കൊടുക്കാം, ഇ ബൈ ബി മൈനസ് 1 ബൈ ഒമേഗ ഇൻറ്റു ഡി വി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഒമേഗ സെഡ് ഡോട്ട് എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ഒമേഗ സെഡ് ഡോട്ട് എന്നുള്ള എന്താക്കി, വി സെഡ് ആക്കി. സെഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി സെഡ് ബൈ ഡി ടി അല്ലേ. ഡി സെഡ് ബൈ ഡി ടി എന്നാൽ വി സെഡ് അല്ലേ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ചെയ്യാം. ഈ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് ഇ ബൈ ബി എന്താ 0 മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ഡി വി സെഡ് ബൈ ഡി ടി സ്ക്വയർ എന്താ 1 ബൈ ഒമേഗ ഇൻറ്റു ഡി സ്ക്വയർ വി സെഡ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ വി സെഡ് എന്നായി. അല്ലെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഡി സ്ക്വയർ വി സെഡ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വി സെഡ് ആയി. അല്ലെങ്കിൽ ഡി സ്ക്വയർ വി സെഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വി സെഡ് ഈക്വൽ ടു 0 എന്നായി. ഇത് നമ്മളെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ സൊല്യൂഷനാ അല്ലെ, ഇക്വേഷനാ. അതിന്റെ സൊല്യൂഷൻ എന്തായിരുന്നു, വി സെഡ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ അല്ലെ. where a is the amplitude, phi is the phase difference അല്ലെ. അപ്പം ഇതിന്റെ സൊല്യൂഷൻ വി സെഡ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുകളിൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം. ഇവിടെ ഡി വി സെഡ് ബൈ ഡി ടി ഓഫ് ഡി വി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ മൈനസ് ഒമേഗ ഇൻറ്റു വി വൈ ഇല്ലേ. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താവും, ആ ഇക്വേഷനകത്ത് ഡി ബൈ ഡി ടി ഓഫ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ മൈനസ് ഒമേഗ ബി വൈ എന്ന് വരും അല്ലെ. ഇതിനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലെ. വീണ്ടും തൊട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നിട്ടും ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി ആണ് കോസ് ഒമേഗ ടി അല്ലേ. അപ്പൊ എന്ത് വരും, എ ഈ ഒമേഗ ടിന്റെ ഒമേഗ വരും കോസ് ഒമേഗ ടി പ്ലസ് ഫൈ അല്ലെ ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ മൈനസ് ബി വൈ അല്ലെ. ഒമേഗ ബി വൈ ഇവിടെ ഒമേഗ ഉണ്ട്, ഇതിൽ ഒമേഗ എല്ലാത്തിലും കോമൺ ആണ്. അപ്പൊ ഒമേഗ കട്ട് ചെയ്ത് പോകും അല്ലെ. അപ്പൊ അത് കിട്ടും എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് ബി വൈ എന്ന് അല്ലെ. അതിൽ നിന്നും ഐ ക്യാൻ ഗെറ്റ് വി വൈ ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ അല്ലെ. ഇനി നിങ്ങൾ കിട്ടിയത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ.
നമുക്ക് വി വൈ കിട്ടി. വെലോസിറ്റിന്റെ എക്സ് കമ്പോണന്റ് എന്താണ്? 0 ആണ്. കാരണം എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ മോഷൻ ഇല്ല. വി എക്സ് 0 ആണ്. വി വൈ എന്ത് ടി ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5 കിട്ടി. വി സെഡ് എന്ത് കിട്ടി? അത് നേരത്തെ കിട്ടി അല്ലേ? വി സെഡ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 കിട്ടി. എന്ന് പറഞ്ഞാൽ വെലോസിറ്റിന്റെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും സെഡ് കമ്പോണന്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇനി ആ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും സെഡ് കമ്പോണന്റും വെച്ചിട്ട് നമ്മൾ വെലോസിറ്റിന്റെ കണ്ടില്ലേ, അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ എന്റെയും ഫൈന്റെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? വാല്യൂ ഓഫ് എ ആൻഡ് ഫൈ. എ എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ്. അതുപോലെ ഫൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫേസ് ഡിഫറൻസ് അല്ലെ? അത് കാണണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് എ ആൻഡ് ഫൈ. ഓക്കെ, ആ ഇക്വേഷൻസ് ഇതാണ്. വി എക്സ് ഈക്വൽ ടു 0, വി വൈ ഈക്വൽ ടു 30, ഇ ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5, വി സെഡ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെ? വി സെഡ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ് അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താ ഇനീഷ്യൽ കണ്ടീഷൻ? സ്റ്റാർട്ടിങ്ങിലെ കണ്ടീഷൻ അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ എന്താണ്? അറ്റ് ടി ഈക്വൽ ടു 0 എന്തൊക്കെയാണ്? വി എക്സ് 0 ആണ്, പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. വി വൈ 0 ആണ്, വി സെഡ് 0 ആണ്. അതിന്റെ പൊസിഷനും എന്താണ്? 0 ആണ് അല്ലെ? ഇനീഷ്യലി തുടക്കത്തിൽ ഒറിജിനൽ നമ്മൾ വെച്ചില്ലേ, അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ്? 0 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നോക്കാം. ഇവിടെ കൊടുക്കാം അല്ലെ? 0 ഈക്വൽ ടു ഇതിനകത്ത് വി സെഡ് ഈക്വൽ ടു വി സെഡിന് 0 കൊടുക്കാം. എ സൈൻ 0 പ്ലസ് 5 എന്നുണ്ട്. ഒമേഗ ടി 0 ആണ് അല്ലെ? വിച്ച് ഇംപ്ലൈസ് സൈൻ 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇംപ്ലൈസ് 5 ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് കിട്ടി 5 ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി അല്ലെ? ഇനി അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈന്റെ വാല്യൂ 0 ആണെന്നുള്ളതും ടൈമിന്റെ വാല്യൂ 0 ആണെന്നുള്ളതും വി വൈ 0 ആണെന്നുള്ളതും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൂന്നും. അപ്പൊ 5 0 കിട്ടി, ടി 0, അതുപോലെ ഇതൊക്കെ 0. അപ്പം വി വൈ എന്നുള്ളത് 0 ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് എ കോസ് 0 അല്ലെ? വി വൈ 0, ഇ ബൈ ബി അതുപോലെ ഇത് മൈനസ് എ കോസ് ഒമേഗ ടി 0 ഫൈ 0. അപ്പൊ എ കോസ് 0 വരും. കോസ് 0 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡ് എ ഈക്വൽ ടു ഇ ബൈ ബി എന്ന് കിട്ടും അല്ലെ? ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? ഇ ബൈ ബി അല്ലെ? ഇനി തിരിച്ചുകൊണ്ട് നമുക്ക് ആ പഴയ ഇതിലേക്ക് പോയാൽ എന്താ ടി? വി എക്സ് 0 കിട്ടി. വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇ ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ബൈ ബി കോസ് ഒമേഗ ടി എന്ന് കിട്ടും അല്ലെ? കോസ് ഒമേഗ ടി. ഫൈന്റെ വാല്യൂ 0 ആണെന്ന് കണ്ടെത്തി അല്ലെ? അതുപോലെ വി സെഡ് ഈക്വൽ ടു ഇതിന് നമുക്ക് എന്ത് ചെയ്താം? ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതാം അല്ലെ? അതുപോലെ വി സെഡ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇ ബൈ ബി സൈൻ ഒമേഗ ടി എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമ്മള് ഫൈയും എയും ഒക്കെ കണ്ടെത്തി. അപ്പൊ വി എക്സ്, വി വൈ, വി സെഡ് അങ്ങനെ 3 എക്സ്പ്രഷനും കിട്ടി അല്ലെ? തീർന്നോ? തീർന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും എക്സ് വൈ സെഡും കൂടെ കാണണം. വെലോസിറ്റിന്റെ എക്സ് വൈ സെഡ് കമ്പോണൻസേ കണ്ടിട്ടുള്ളൂ. പൊസിഷൻ നമ്മൾ കണ്ടിട്ടില്ല. പൊസിഷൻ കാണണം. എങ്ങനെ പൊസിഷൻ കാണാം? ഒന്ന് നോക്കാം. വി എക്സ് ഈക്വൽ ടു 0 ആണ്. എന്താ വി എക്സ് എന്ന് പറഞ്ഞാല്? ഡി എക്സ് ബൈ ഡി ടി. അത് 0 ആണ്. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 അല്ലെ? അപ്പൊ എക്സ് 0 ആണ്. അത് പൊസിഷൻ 0 ആണ്. അത് ഫിഗറിൽ തന്നെ വ്യക്തമാണ് അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ 0 എന്ന് കിട്ടി. ഇനി വി വൈ ഈക്വൽ ടു എന്താണ്? ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എന്താ? വി വൈ ടി ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി അല്ലെ ടി? അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം? ഡി വൈ ഈക്വൽ ടു ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി ഡി ടി എന്ന് എഴുതി
അല്ലെ? ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി ഡി ടി എഴുതി. അതുകൊണ്ട് y ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ? അതിനെട്ടാ നോക്കുക, ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ ബൈ ബി ഇൻറ്റു ടി മൈനസ് ഇന്റഗ്രൽ കോസ് ഒമേഗ ടി എന്നാൽ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ അല്ലെ? ഇവിടെ ഇ ബൈ ബി കോമൺ ആണ്. അപ്പൊ ഇ ബൈ ബി ഇവിടെ ഒരു ഒമേഗ സൈൻ ഒമേഗ ടി അല്ലെ? പ്ലസ് ഒരു കോൺസ്റ്റന്റ് C1. ക്ലിയർ അല്ലേ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇ ബൈ ബി ഇൻറ്റു 1 ഇ ബൈ ബി, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ ബൈ ബി ഇൻറ്റു ടി. ഇ ബൈ ബി ഇൻറ്റു കോസ് ഒമേഗ ടി എന്നാൽ ഇ ബൈ ബി ഇൻറ്റു സൈൻ ഒമേഗ ടി ബൈ ഒമേഗ അല്ലെ? ഇനി നമുക്ക് എന്ത് കാണണം? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആയ C1 കാണണം. C1 കാണാൻ എന്ത് ചെയ്യാം? വീണ്ടും ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താ ഇനീഷ്യൽ കണ്ടീഷൻ? ടി ഈക്വൽ ടു 0 എക്സ് വൈ സെഡ് ഒക്കെ എന്താണ്? 0 ആണ്. അപ്പം വൈക്ക് 0, ഇവിടെ ഇതിന് ടിക്ക് 0 മൈനസ് സൈൻ 0 അല്ലെ? പ്ലസ് C1. അപ്പൊ C1 ഈക്വൽ ടു എന്തായി? 0 ആയി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ? ഇനീഷ്യൽ കണ്ടീഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാനൊക്കെ അറിയണതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ആ രീതിയിൽ അതും നമുക്ക് 0 കിട്ടി, C1 0 കിട്ടി. അതുകൊണ്ട് നമുക്ക് കിട്ടി y ഈക്വൽ ടു x ഈക്വൽ ടു 0 എന്ന് കിട്ടി. y ഈക്വൽ ടു എന്ത് കിട്ടി? E by b into t minus E by b omega sin omega t കിട്ടി അല്ലേ? ഇതിനെ ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് y ഈക്വൽ ടു E by b omega കോമൺ ആക്കി എടുത്താൽ തെറ്റാ? E by b omega ആണ് കോമൺ ആക്കി എടുക്കുന്നത്. അപ്പോൾ ടി ഉണ്ട്, ഒരു ഒമേഗ ഇട്ട് കൊടുക്കുക, മൈനസ് സൈൻ ഒമേഗ ടി അല്ലേ? അല്ലെ? ഇ ബൈ ബി ഒമേഗ ഇൻറ്റു ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി കിട്ടും. ഇപ്പൊ y ആയി. ഇനി z കാണണം. z എന്താണ്? bz ഈക്വൽ ടു dz ബൈ dt ഈക്വൽ ടു ഇ ബൈ ബി ഇൻറ്റു സൈൻ ഒമേഗ ടി അല്ലേ? z അതല്ലേ ടി അല്ലേ? ഇ ബൈ ബി ഇൻറ്റു സൈൻ ഒമേഗ ടി. സ്വാഭാവികമായിട്ടും dz ഈക്വൽ ടു ഇ ബൈ ബി സൈൻ ഒമേഗ ടി dt. അപ്പൊ z ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ബൈ ബി സൈൻ ഒമേഗ ടി ഡി ടി. അപ്പൊ z ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ മൈനസ് ഉണ്ടാവും അല്ലേ? കോസ് ഒമേഗ ടി പ്ലസ് C2 അല്ലേ? മൈനസ് ഇ ബൈ ബി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് C2 എന്ന് അല്ലേ? വീണ്ടും നമുക്ക് C2 കാണാൻ എന്ത് ചെയ്യാം? ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അറ്റ് ടി ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ എന്താവും? 0 ഈക്വൽ ടു ഇത് എന്താവും? മൈനസ് ഇ ബൈ ബി ഒമേഗ, കാരണം കോസ് 0 1 ആണ്, പ്ലസ് C2. അപ്പൊ C2 ഈക്വൽ ടു എന്ത് കിട്ടും? ഇ ബൈ ബി ഒമേഗ എന്ന് കിട്ടും അല്ലേ? വീണ്ടും കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താവും? Z ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ മൈനസ് ഇ ബൈ ബി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഇ ബൈ ബി ഒമേഗ എന്ന് കിട്ടും. അല്ലെങ്കിൽ Z ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ കോമൺ ആക്കി എടുത്താൽ 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇപ്പൊ x ഈക്വൽ ടു 0 ടി, y ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ ഇൻറ്റു ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി, Z ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഇനി നമ്മൾ ഇ ബൈ ബി ഒമേഗക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്. പുട്ട് ഇ ബൈ ബി ഒമേഗ ഈക്വൽ ടു ആർ അല്ലേ? ഇ ബൈ ബി ഒമേഗക്ക് പകരം നമ്മൾ ആർ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് x0, yക്ക് വരെ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി അല്ലേ? അതുപോലെ z എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? z ഈക്വൽ ടു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി അല്ലേ? അങ്ങനെയല്ലേ കിട്ടുക? അല്ലെങ്കിൽ
y മൈനസ് ആർ ഒമേഗ ടി ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ആർ ഒമേഗ ടി മൈനസ് ആർ ഒമേഗ ആർ സൈൻ ഒമേഗ ടി. ഇവിടെ എന്ത് കിട്ടും? മൈനസ് ആർ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? ഇവിടെ എന്ത് കിട്ടും? z മൈനസ് ആർ ഈക്വൽ ടു മൈനസ് ആർ കോസ് ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? y മൈനസ് ആർ ഒമേഗ ടി ഈക്വൽ ടു മൈനസ് ആർ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. z മൈനസ് ആർ ഈക്വൽ ടു മൈനസ് ആർ കോസ് ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? ഈ രണ്ട് ഇക്വേഷന് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. സ്ക്വയറിംഗ് ആൻഡ് ആഡിങ് എന്താ കിട്ടുക? ഇവിടെ ഇതാണ് y മൈനസ് ആർ ഒമേഗ ടി സ്ക്വയർ പ്ലസ് z മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് ആർ ഇത് സ്ക്വയർ ചെയ്യുക. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോയി. അപ്പൊ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. അപ്പൊ ആർ സ്ക്വയർ കോമൺ ആയി. സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി എന്തായി? 1 ആയി. എന്തെത്തി? ആർ സ്ക്വയർ ഒമേഗ ടി അല്ലേ? കിട്ടിയില്ലേ? നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ ഇതാണ്. എന്താണ്? y മൈനസ് ആർ ഒമേഗ ടി സ്ക്വയർ പ്ലസ് z മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത്. ഓക്കെ, ഇനി ഇക്വേഷൻ ഇതിലാണ് ഇതിന്റെ ഒരു എന്താ പറയാ മാത്തമാറ്റിക്സിന്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു ഫിസിക്സ് കിടക്കുന്നത് ഇതിലാണ് കേട്ടോ. ഇതൊരു സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്ത്. ഒരു സർക്കിളിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്താ അറിയോ? സർക്കിളിന്റെ ജനറൽ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞുതരാം. എക്സ് മൈനസ് എഫ് സ്ക്വയർ പ്ലസ് y മൈനസ് ജി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. നിങ്ങൾ പഠിച്ച സർക്കിളിന്റെ ഒരു പക്ഷേ എക്സ്പ്രഷൻ ഇതാക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പഠിച്ച സർക്കിളിന്റെ എക്സ്പ്രഷൻ ആണല്ലോ. പക്ഷേ സർക്കിളിന്റെ ജനറൽ എക്സ്പ്രഷൻ എങ്ങനെ അറിയോ? ഇത് ഒറിജിനലാണ് സർക്കിള് അല്ലെ? ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇങ്ങനത്തെ ഒരു സർക്കിളിന്റെ എക്സ്പ്രഷൻ ആണ് ഇത്. ഇനി ഒരു സർക്കിൾ ഉണ്ട്, അത് ഒറിജിനൽ അല്ലാന്ന് എഴുതുക. ഇവിടെയാന്ന് എഴുതുക. ഇതിന്റെ സെന്റർ ഇപ്പൊ ഇവിടെ ഇല്ലേ? ഇതിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എഫും ജിയും ആണെന്ന് എഴുതുക. ഇതാണ് ഒറിജിൻ, ഇതാണ് 0 0. ഇതിന്റെ കോർഡിനേറ്റ്സ്, ഈ സെന്ററിന്റെ കോർഡിനേറ്റ് എഫ് ആൻഡ് ജി ആണ്. ഇത്തരത്തിലുള്ള ഒരു സർക്കിളിന്റെ എക്സ്പ്രഷൻ ആണിത്. എക്സ് മൈനസ് എഫ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ജി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിന്റെ സെന്റർ എവിടെ? എഫ് കോമ ജിയിലാണ് ഇതിന്റെ സെന്റർ, ഈ എക്സ് സർക്കിളിന്റെ. ഇനി രസകരമായ ഒരു സംഭവം, ഇത് അതേപോലത്തെ ഒരു എക്സ്പ്രഷനാണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരുന്നു YZ പ്ലെയിൻ ആയിരുന്നു അല്ലെ? നമ്മള് ഇത് എക്സ് എടുത്തു, ഇത് വൈ എടുത്തു, Z എടുത്തു അല്ലെ? അപ്പൊ ഈ എക്സ്പ്രഷൻ YZ പ്ലെയിനിലുള്ള R റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ എക്സ്പ്രഷൻ ആണെന്ന് മനസ്സിലായി അല്ലെ? ഇനി ഇതിന്റെ വൈന്റെ ഒരു കോർഡിനേറ്റ് എന്താ? സെന്റർ എവിടെ? ഒന്ന് ആർ ഒമേഗ ടിയിലാണ്, ഒന്ന് ആറിലാണ് അല്ലെ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സെന്റർ ആർ ഒമേഗ ടിയിലാണ്, ഒരു സെന്റർ ആറിലാണ് എന്ന് പറഞ്ഞാൽ ദ സെന്റർ ഈസ് ഡിപെൻഡന്റ് ഓൺ ടൈം. ടൈമിനനുസരിച്ച് അതിന്റെ സെന്റർ മാറുന്നുണ്ട്. ഇനി നമ്മളെ സൈക്ലോയിഡിന്റെ എക്സ്പ്രഷൻ നോക്കിയേ, എങ്ങനെയാണത്? ഇങ്ങനെയല്ലേ അല്ലെ? ഇനീഷ്യലി അതിന്റെ സെന്റർ എവിടെയാ? സർക്കിളിന്റെ ഇവിടെ ആയിരുന്നു അല്ലെ? ടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെന്റർ എവിടെയാവും? ഇവിടെയാവും, വീണ്ടും ഇവിടെയാവും, അങ്ങനെ അങ്ങനെ പോകും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. പക്ഷേ ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഈസ് വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതുകൊണ്ടാണ് സൈക്ലോയിഡൽ മോഷൻ അതിന് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കുറച്ച് ലെങ്തി ആണ്. ഇത്രയാണ് എന്ത് സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ? ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിഫൈൻ എ സൈക്ലോയിഡൽ മോഷൻ. ക്ലിയർ ആണല്ലോ? ബാക്കി ഭാഗം അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.